വളരെ നമസ്കാരം. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ക്രിയാത്മകമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ദയവ് ചെയ്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ സ്നേഹിതർ, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രിയപ്പെട്ടവർ അതിനെ പരിഹാസമായി കാണാതെ ആ വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്താൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തതെന്നും ആ രോഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ പ്രതിപക്ഷ സ്വരങ്ങളെ പരിഹാസമാക്കി എടുക്കാതെ ക്രിയാത്മകമായി എടുത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭരണം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കോൺഗ്രസ്സിലെ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ ആരോടും 1% പോലും വിരോധമില്ല എന്ന് മാത്രമല്ല, ഇവരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമാണ്. പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാകാം. അതായത് കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരാളായിരുന്നു ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനുമായിട്ടും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിരവധി കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുമുണ്ട്. ചിലതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ അതേപടി അറിയിക്കുകയായിരുന്നു, ചിലതൊക്കെ എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ അറിയിക്കുകയായിരുന്നു. അത്തരത്തിൽ എൻ്റെ ചിന്തകളിൽപ്പെട്ട ഒന്നായിരുന്നു സത്യത്തിൽ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള പുതിയ ജെൻസി തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലെന്നും അവർക്ക് രാഷ്ട്രീയക്കാരെ പലരെ അറിയത്തതില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ടും ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ, റോബിൻ ഉൾപ്പെടെയുള്ളവർ, അഞ്ജലി ഉൾപ്പെടെയുള്ളവർ, ഇവരൊക്കെ മത്സരിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൻറ്റിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട്, പരിഹാസത്തിന് വേണ്ടിയിട്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ നമ്മുടെ തലമുറ തയ്യാറായി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശനെ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ടീം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിനു മുൻപ് ഞാനും ഭാഗമായിരുന്നു. പല കാര്യങ്ങളും ഞങ്ങൾക്കിടയിലും സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് ആദ്യത്തെ ഒരു വലിയ പോഡ്കാസ്റ്റ് പ്ലാൻ പോലും, ഷാരിഖുമായിട്ടൊക്കെ ഉള്ള പോഡ്കാസ്റ്റൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് തന്നെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പ്രൊഫൈൽ അങ്ങനെ കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചതാണ്. ഞാനിത് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി 2 വിഷയത്തിലേക്ക് കിടക്കാം. അതായത് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തതാണ് എന്നുള്ള കാര്യം എന്നോട് ആദ്യം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം ഞാൻ ഈ നിർദ്ദേശം, ഇത് ജെൻസി കുട്ടികളെ ആകർഷിക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നിർദ്ദേശം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുമായിട്ട് പറയുകയും അദ്ദേഹം പറഞ്ഞു അത് നമ്മൾക്ക് പറ്റുന്നതല്ല, അത് കേന്ദ്രത്തിൻ്റെയും സുപ്രീം കോടതിയുടെയും നിയമങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമെന്ന് ഈ സൂചന എനിക്ക് ആദ്യം തരുന്നത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് ഞാൻ എൻ്റെ അടുപ്പമുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടുത്ത് നിൽക്കുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഞാനിത് സംസാരിക്കുക. അവരെല്ലാവരും പറഞ്ഞത് നമുക്ക് കേരളത്തിന് ഈ വിഷയത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ വി.ഡി. സതീശനോട് ഈ ചോദ്യം ഒരു മാധ്യമപ്രവർത്തനം, ഒരു കുട്ടി പയ്യൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിരിച്ചുകൊണ്ട് താങ്കളത് ചെയ്തു തരാം എന്ന രീതിയിൽ പറയുകയും ആ ചിരി വലിയ വൈറലായി മാറുകയും ആ സമയത്ത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ ഇത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഞാൻ ആദ്യം ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് അന്ന് ആ ചിരി വൈറലായ സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ കൃത്യമായി നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പോയത്? ഞാൻ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് എഴുതിയപ്പോൾ എന്നെ കടന്നാക്രമിക്കുകയായിരുന്നു പലരും. എനിക്ക് അദ്ദേഹത്തോട് വിരോധം കൊണ്ടല്ല, കാര്യം അദ്ദേഹത്തിന് വിചാരിച്ചാൽ നടക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. രണ്ടായാലും ഇപ്പോൾ ഏകദേശം വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വലിയ ഒരു വാഹന പ്രേമിയാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ വാഹനങ്ങളോടുള്ള കടുത്ത ആഗ്രഹങ്ങൾ കൊണ്ട് വീട് വെച്ചില്ലെങ്കിൽ പോലും വണ്ടി എടുക്കണം, വീട് വെക്കാതെ വഴിയിൽ കിടന്നാലും ഒരു വണ്ടിയും കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിച്ച് 2015 മുതൽ ബെൻസ് എടുത്ത് ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു പഴയ 1982 ഒരു ജീപ്പ് എടുത്ത് അത് പണിഞ്ഞ് ഞാൻ തന്നെ വരച്ചു കൊടുത്ത്
പ്രത്യേക ഡിസൈനിൽ ചെയ്ത ഒരു ജീപ്പ് തയ്യാറാക്കി ഇറക്കി നിരവധി പ്രാവശ്യം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുമായി വഴക്കുണ്ടായി. അവർ വണ്ടി പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവസാനം ഗതികെട്ട ആ വണ്ടി പുറത്തിറക്കാൻ പറ്റാതെ വലിയ നഷ്ടത്തിൽ 5.25 ലക്ഷം രൂപയോളം മുടക്കി ഞാൻ പണിഞ്ഞ അന്നത്തെ ഒരു വണ്ടി ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചെടുത്തുണ്ടാക്കുന്ന പൈസയാണെന്നൂടെ ആലോചിക്കണം. ഇത് പുതിയൊരു നിയമം കൂടെ അന്ന് വരികയാണ്. 2500 CCക്ക് മുകളിലുള്ള വാഹനങ്ങൾ നിരോധിക്കുമെന്ന് കേന്ദ്രം പറഞ്ഞതോടുകൂടി 1.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ടയറൊക്കെ മാറ്റി വിറ്റ ഒരാളാണ് ഞാൻ. അതുപോലെ ഞാൻ 2003 ഒരു ബെൻസ് എടുത്ത് അത് പെയിൻ്റ് അടിച്ച് അതുപോലും പുതുക്കി ഇറക്കി. അങ്ങനെ വണ്ടിക്കകത്ത് ഞാൻ കാണിക്കാത്ത പ്രാന്തുകളില്ല എന്നുള്ള കാര്യം എൻ്റെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. കൊല്ലം ജില്ലയിൽ FC എന്ന് പറയുന്ന ബൈക്ക് നമ്മളെ യമഹ FC ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കൊല്ലത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വണ്ടി അന്ന് ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എടുത്ത ആളാണ്. 2009 ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് FC-യിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് FC ഒക്കെ ഒരു പുതിയ കാഴ്ചയായിരുന്നു. പിന്നീട് ബുള്ളറ്റിൻ്റെ ക്ലാസിക് ക്രോം എടുത്ത സമയത്ത് ഇത് ഞാനിത് പറയുന്നത് ഇതൊക്കെ ചെയ്ത് അന്നൊന്നും പണമുള്ള സമയമൊന്നുമല്ല, പക്ഷേ ഇല്ലാതിരുന്ന സമയത്തും അതിശക്തമായ രീതിയിൽ വാഹനത്തെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയും കടുത്ത വാഹനപ്രേമിയായ എനിക്ക് വാഹന മോഡിഫിക്കേഷൻ നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് നടക്കാത്തത് കൊണ്ടാണ് അതിനെ വിമർശിച്ച് പറയേണ്ടി വന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ നമ്മുടെ എന്താ പറയുക നികുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ട് കാണാം. അതായത് പെട്രോൾ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സംസാരിച്ച സമയത്ത് VD സതീശൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി അത്തരം നികുതി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭീമമായ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത്തരം ചെറിയ നികുതി കുറച്ച് കൊടുത്തുകൊണ്ട് എങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. അനാവശ്യമായ ഒരുപാട് നികുതികൾ നമ്മൾ പെട്രോളിയം തീരുവയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടിവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് കൂടുതലാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നികുതി ഇളവുകൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് സൗജന്യങ്ങൾ കൊടുക്കുന്നതിനോടും ഒരു രീതിയിലുള്ള യോജിപ്പില്ലാത്ത ഒരാളുമാണ് ഞാൻ. അപ്പം നികുതി നമ്മൾ വേണ്ടെന്ന് വെച്ച് ഖജനാവിനെ സംരക്ഷിക്കാൻ നോക്കുന്ന അതേ സർക്കാർ ഇവിടെ ചെയ്യുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് KSRTC നിങ്ങൾ എങ്ങനെ രക്ഷിച്ചെടുക്കും? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. കേവലം വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സൗജന്യങ്ങൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട് മുന്നോട്ട് പോയില്ല. ഒന്നാമത് വരുമാനമില്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. ഗൾഫിലെ വരുമാനം കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കിട്ടുന്ന വരുമാനത്തിൻ്റെ 80% ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തിയതിൽ നിന്ന് വേണം നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കേണ്ടതും ആ പദ്ധതികൾക്ക് ഒരു വ്യക്തമായ പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെടുത്ത് സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു നാടിൻ്റെ തകർച്ചയിലേക്ക് പോകും. അതായത് ഒരു വീട്ടിൽ ഒരച്ഛൻ അധ്വാനിക്കാതെ തൻ്റെ കുടുംബത്തിലിരിക്കുന്ന സ്വത്തുക്കളെല്ലാം എടുത്ത് വിറ്റ് തങ്ങളുടെ മകന് വേണ്ടതും മകൾക്ക് വേണ്ടതുമെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ആ വീട് വിറ്റ് അയാൾക്ക് ഒന്നുമല്ലാത്തവനായി മാറേണ്ടി വരും. മറിച്ച് അയാൾ ജോലിക്ക് പോയി വരുമാനമുണ്ടാക്കി വരുമാനത്തിൻ്റെ ഒരു ഭാഗം കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ കുടുംബത്തിന് വളർച്ചയുണ്ടാവും. ഒരു സംസ്ഥാനത്തെയും ഒരു കുടുംബത്തെയും ഒരു നാടിനെയും ഒക്കെ മുന്നോട്ട് നയിക്കാൻ വേണ്ടത് കൃത്യമായ പ്ലാനുകളും കാര്യക്ഷമമായ പദ്ധതികളും അതുപോലെ തന്നെ ക്രാന്തദർശനികമായ ചിന്തകളുമാണ്, ദീർഘവീക്ഷണമൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതുണ്ടാകണം. ഇതുണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും. അത് ഒരു കുറ്റമൊന്നുമല്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ ഒരു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് എതിർക്കണമെന്ന് പറഞ്ഞ് എതിർക്കണ്ട. പലപ്പോഴും ഞാൻ VD സതീശനെ എതിർത്ത് സംസാരിക്കുമ്പം പോലും എന്നെ വന്ന് തെറി പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം പറയുന്നത് അഖിൽമാരാരാണല്ലോ. അഖിൽമാരാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എതിർത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കുന്ന പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, എനിക്കിനി നിങ്ങളെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങളിപ്പോൾ പ്രതിപക്ഷത്താണ്. ഞാൻ എതിർക്കുന്നത് രാഷ്ട്രീയ ആശയത്തെക്കാളും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളുടെയാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിട്ട് നമുക്ക് ബാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ മുൻപും അന്നും ഇന്നും ഒക്കെ തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ അധികം ഞാൻ ആഗ്രഹിക്കാത്തത്. അവിടെയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് നമുക്ക് സംസാരിക്കാം. യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തെല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ അതിഭീകരമായ ചേഞ്ച് ഉണ്ടായ സമയത്തും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടും സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത്യാവശ്യം വിഷയങ്ങളിൽ ഇതുപോലെ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.